നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കിയയുടെ ഒരു വണ്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കിയ ഇറക്കിയ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് രോഹിത് രഘുരാജ്. എല്ലാവർക്കും ടർബോ കാർസിലേക്ക് സ്വാഗതം. കിയ ഒരു ഫേമസ് കാർ ബ്രാൻഡാണ്. കിയ ഹുണ്ടായുടെ ഒരു സിസ്റ്റർ കൺസേൺഡ് കാർ ബ്രാൻഡും കൂടിയാണ്. 1944 കിയയ്ക്ക് കിയ ഇൻഡസ്ട്രീസ് എന്ന പേര് കിട്ടുന്നത്. ആ കാലത്ത് തന്നെ അവർ സൈക്കിളുകളും ബൈസൈക്കിൾസുമാണ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. പിന്നീട് 1960കളിൽ അവർ മോട്ടോർ വാഹന നിർമ്മാണത്തിലേക്ക് കടന്നു. Performance, my new best friend, Kia Seltos. 1970കളിൽ ജപ്പാൻ വാഹന നിർമ്മാണ കമ്പനിയായ മിത്സുബിഷിയുമായി ചേർന്ന് കിയ കാറുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നീട് 90s കാലഘട്ടങ്ങളൊക്കെ ആയപ്പോൾ കിയ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു. ഹ്യുണ്ടായി ആയിരുന്നു അന്ന് അവർക്ക് സഹായമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് 21st സെഞ്ച്വറിയിൽ കിയ ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ കിയ ആദ്യമായി കൊണ്ടുവന്നത് കിയ സെൽറ്റോസ് എന്നൊരു വണ്ടിയായിരുന്നു. കിയ സെൽറ്റോസ് ഒരു കോമ്പാക്ട് XUV ടൈപ്പ് വാഹനമായിരുന്നു. ഇന്ത്യയിലെ കിയ സെൽറ്റോസിൻ്റെ വിജയത്തിന് ശേഷം കിയ അവരുടെ മറ്റ് വാഹനങ്ങളും ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങി. സോണറ്റ്, കാർണിവൽ എന്നിവയായിരുന്നു അത്. കാർണിവൽ ഒരു പ്രീമിയം വാഹനമാണ്. കാർണിവലിന് ശേഷം അവർ ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് കടന്നു തുടങ്ങി. EV6 എന്ന വാഹനമായിരുന്നു അത്. അതും ഒരു പ്രീമിയം വാഹനം തന്നെയാണ്. സേഫ്റ്റി ഫീച്ചറുകൾ, അഫോർഡബിൾ പ്രൈസ്, ഗുണനിലവാരം എന്നിവയൊക്കെ കൊണ്ട് തന്നെ കിയ സെൽറ്റോസ് ഇന്ത്യയിൽ വലിയൊരു വിജയമായി തീർന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീലാണ് ഈ ഒരു എക്സ്റ്റീരിയർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയാൻ നേരത്ത് 4315 mm ആണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. 1800 mm ആണ് ഇതിൻ്റെ ഒരു വിഡ്ത്തും കൂടി വരുന്നത്. ക്രോം മെറ്റൽ ഫിനിഷ്ഡ് ഗ്രില്ലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കിയയുടെ ഒരു ലോഗോ കാണാൻ പറ്റും. ഇത് കിയയുടെ ഒരു പുതിയ ലോഗോയാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുഡ് സ്കോപ്പ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹെഡ് ലാംപ്സ് തന്നെയാണ് ഇതിൻ്റെ നല്ലൊരു ലുക്ക് കൊടുക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. LED ഹെഡ് ലാംപ്സ് വിത്ത് DRLS വെച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ലൈറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോക്രോം ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 1645 mm ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. കിയ സെൽറ്റോസ് HTX IVT ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻജിൻ വരുന്നത് 1.5 ലിറ്റർ പെട്രോൾ എൻജിനാണ്. ഈ ഒരു വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടയർ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 215/60R 17 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്കാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു മെറ്റാലിക് ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കിയ എന്ന് പറഞ്ഞൊരു ഒരു ലോഗോ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷാർക്ക് ഫിൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 433 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമ്മളുണ്ട്. നമുക്കിനി ഇനി ഇന്റീരിയർ പോർഷനിലേക്ക് പോവാം. The new ride, cruising in style. KIA Seltos, where comfort meets performance. My new best friend, KIA Seltos. Road trip anyone,
making memories 1 mile at a time. This is how we roll. KIA Seltos. ഇതിൻ്റെ ഒരു ഡോർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ലെതറി കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ലെതറി കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇതൊരു ഡബിൾ ഷെയ്ഡഡ് കളറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ലുക്ക് നന്നായിട്ട് കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വരാൻ നേരത്ത് നല്ലൊരു പ്രീമിയം ഫീലാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഇവിടെ ഒരു 10.5 ഇഞ്ചസിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് സ്റ്റിയറിങ്ങിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു AC കൺട്രോൾസൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. 80 ഇഞ്ചസ് ഡാഷ്ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാറിൻ്റെ പിക്ചർ കാണാം. അത് ഏതൊക്കെ ഡോറാണ് തുറന്നിട്ടേക്കണേ എന്നുള്ളൊരു ഐഡിയ നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറ് ഇങ്ങനെ അടച്ചു. അപ്പോൾ നമ്മൾ ആ ഡോർ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ അടച്ചില്ലെങ്കിൽ കുറച്ചടച്ചാലും ആ ഡോർ തുറന്നിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് അല്ല വരുന്നത്. നമ്മൾ സാധാരണ പോലത്തെ ഹാൻഡ് ബ്രേക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ളൊരു വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഇന്നോവ ഹൈക്രോസിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇവിടെയായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിയയുടെയും സ്റ്റിയറിംഗ് കൺട്രോൾ ഇവിടെയായിരുന്നു വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ബുക്കും തത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് ഇവിടെ വരുന്നത്. സൈഡിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നത്. ഇതിനൊരു SRSൻ്റെ എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വരുന്നത് സ്റ്റിയറിങ്ങിലാണ്, മറ്റേത് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു എയർ ബാഗ്സ് വരുന്നത്. ടോട്ടലി 4 എയർ ബാഗ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല അത്യാവശ്യം ലെഗ് സ്പേസും ഹെഡ് സ്പേസൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഒരു ഫാമിലിയൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ കീ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മാനുവൽ കീയും കൂടി കിട്ടുന്നതാണ്. അത് ഈ ഒരു ബട്ടൺ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു മാനുവൽ കീ നമുക്ക് കിട്ടുന്നതാണ്, റിമോട്ട് കീ ഒഴിച്ച്. ബാക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഗ് സ്പേസൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഹെഡ് റൂം അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട്. അവിടെ ഒരു USB പോർട്ട് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പ്ലസ് ആംബ്രസ്റ്റും കൂടി വരുന്നുണ്ട്. നല്ലൊരു ലെതറി കോട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. ഇതിനുള്ളൊരു ഹിഡൻ ഫീച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്. അത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം വെയിലടിക്കാതിരിക്കാനുള്ളൊരു സെറ്റപ്പ്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൺറൂഫ് ഉണ്ട്. സൺറൂഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ സൺറൂഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാം. Trip anyone, making memories 1 mile at a time. This is how we roll. KIA Seltos. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓണറിനെ നമുക്കിത് പരിചയപ്പെടാം. ഹായ് അങ്കിൾ. ഹായ് രോഹിൻ. നിങ്ങളുടെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് അനിൽകുമാർ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു കാരണം? ഞാൻ മാരുതി റിറ്റ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2020 കിയ ഒരു പുതിയ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തു കിയ സെൽറ്റോസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, ഓട്ടോമാറ്റിക് സ്കീമറിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് റൈഡിങ് കംഫർട്ടബിൾ നോക്കിക്കഴിഞ്ഞാലും മൈലേജ് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു മൈലേജ്. ഇപ്പോൾ സിറ്റി റൈഡാണെങ്കിലും ലോങ് റൈഡാണെങ്കിലും ഹിൽ റൈഡാണെങ്കിലും ഒരു 17 to 18 കിലോമീറ്റർ മൈലേജ് കിട്ടും കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മളൊരു ലോങ് റൈഡ് പോയാലും നമുക്കൊരു ക്ഷീണം തോന്നില്ല. നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്, ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്ക് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാലിനൊരു ആയാസം ഉണ്ടാകുന്നില്ല. നല്ല കംഫർട്ടബിളാണ് യാത്ര.
അപ്പോൾ ഇതൊരു ക്രൂയിസ് കൺട്രോൾ ഒരു വണ്ടിയാണല്ലോ. അപ്പോൾ ക്രൂയിസ് കൺട്രോളിനെ പറ്റി രണ്ടു പേർക്ക് പറയാമോ? ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലോങ് റൈഡിൽ ഹൈവേസിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. നല്ല ഒരു കംഫർട്ടബിൾ ആണത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മെയിൻ്റനൻസ് നമുക്ക് വൺസ് ഇൻ ഇയറേ വരുന്നുള്ളൂ സർവീസ്. പിന്നെ ഒരു ആവറേജ് മെയിൻ്റനൻസ് കോസ്റ്റേ വരുന്നുള്ളൂ. നല്ല മെയിൻ്റനൻസുമാണ് നല്ല മെയിൻ്റനൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Kia Seltos, cruising in style. Kia Seltos, we're confidence, performance, man. Best friend. Kia Seltos, road trip anyone. കിയ സെൽറ്റോസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഷോറൂം പ്രൈസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് 16 ലക്ഷമാണ് ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഫീച്ചേഴ്സ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഫാമിലി യൂസ് കാറും കൂടിയാണ്. അപ്പോൾ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഈ ഒരു വണ്ടി നേടിയിരിക്കുന്നത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതുകൂടാതെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗിൽ 4.5 ഔട്ട് ഓഫ് 5 ഈ ഒരു വണ്ടി നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിയ സെൽറ്റോസിൻ്റെ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കാർ കാണുന്നവരേക്കും ബൈ. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ കമൻസിനും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റിൽ പറയാവുന്നതാണ്. സോ ബൈ. Kia Seltos.